CM കിഡ്സ് സ്കോളർഷിപ്പ് പരീക്ഷ എഴുതുന്ന എല്ലാ കൂട്ടുകാർക്കും എജ്യൂടോക്സിലേക്ക് സ്വാഗതം. 2 പാർട്ടുകളിലായി നടക്കുന്ന പരീക്ഷയുടെ പാർട്ട് 2 6 ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 2 ചോദ്യങ്ങൾ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ടതായിരിക്കും. 10 മാർക്കിൻ്റെതാണ്. നമ്മൾക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്നത് പ്രകാരം ജനുവരി 31 അവസാനിക്കുന്ന പൂർത്തിയാകുന്ന പാഠഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ യൂണിറ്റ് 1 മുതൽ 9 വരെ ആണ് നമുക്ക് പഠിക്കാൻ ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. തുല്യമായ കൂട്ടം എന്ന പാഠഭാഗമാണ് 9ാമത്തെ യൂണിറ്റ്. അപ്പോൾ ഇതിൽ 1 മുതൽ 9 വരെ യൂണിറ്റുകളിൽ നമുക്ക് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ഒരു ടോപ്പിക് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് നോക്കാം. പരീക്ഷയ്ക്ക് കൂടുതൽ സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പഠിക്കേണ്ട 9 യൂണിറ്റുകളെ നമ്മൾ ഒരു ഷോർട്ട് ലിസ്റ്റ് ആക്കി തയ്യാറാക്കിയത് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തേതായിട്ട് രൂപങ്ങളാണ്, ഷേപ്സുകളാണ്. 2D ഷേപ്പും 3D ഷേപ്പും ഉണ്ട്. അതുപോലെ തന്നെ അവയുടെ പ്രത്യേകതകളും നമുക്ക് പഠിക്കാനുണ്ട്. ചുറ്റളവ്, ടാൻഗ്രാം, ഇവകളൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഏരിയകളാണ്. രണ്ടാമതായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് സംഖ്യകൾ. അവയുടെ അക്കത്തിലും അക്ഷരത്തിലും എഴുതാൻ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ വലിയ സംഖ്യ, ചെറിയ സംഖ്യ, ആ സംഖ്യകളുടെ ആരോഹണ ക്രമം, അവരോഹണ ക്രമം അഥവാ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും, ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള ഓരോ ഏരിയകളാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 3 അക്ക സംഖ്യ അഥവാ 4 അക്ക സംഖ്യ, 5 അക്ക സംഖ്യ, അവയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അവയുമായി ബന്ധപ്പെട്ട പ്രായോഗിക പ്രശ്നങ്ങൾ. ഇത് നമ്മൾ പ്രായോഗിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഒരു ഏരിയയാണ്. ഒരുപാട് കണക്കുകൾ അതുപോലെ തന്നെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ നാലാമതായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് സ്ഥാനവിലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അതുപോലെ തന്നെ പിരിച്ചെഴുത്തുക, സ്പ്ലിറ്റിങ്, അബാക്കസുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്കുണ്ട്. അതുപോലെ തന്നെ അക്കങ്ങളുടെ തുക കാണാനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകും. പാറ്റേണ്, നാണയം, കറൻസി, റോമൻ സംഖ്യകൾ, ഇത്രയും ഏരിയകൾ നമുക്ക് പഠിക്കാനുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് 5ാമത്തെ പോയിന്റ് അളവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മില്ലിമീറ്റർ, സെന്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ, ഇതൊക്കെ നമ്മൾ പാഠഭാഗത്ത് പരിചയപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ അടുത്തതായിട്ട് 6ാമത്തത് സമയം, അതുപോലെ കലണ്ടർ. 7ാമത്തത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണവുമായി ബന്ധപ്പെട്ട അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഈ 4 കാര്യങ്ങളും. അപ്പോൾ മാത്തമാറ്റിക്സിൽ ഇത്രയും ഭാഗങ്ങൾ നമുക്ക് കവർ ചെയ്യാനുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് ഈ ഭാഗങ്ങളിൽ നിന്നെല്ലാം ചോദ്യങ്ങൾ വരും. ഈ ഒരു ഭാഗങ്ങളെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ അടുത്ത ക്ലാസ്സുകളും ഇന്ന് നടക്കുന്ന ക്ലാസ് അടക്കം എല്ലാം ഉണ്ടായിരിക്കുക. ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് 7ാമത്തെ പോയിന്റാണ്. 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സങ്കലനം, വ്യവകലനം, ഗുണനം, ഹരണം അഥവാ ചതുഷ്ക്രിയകളാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് 5 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. നോട്ടിഫിക്കേഷനിൽ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ ആയി തന്ന ചോദ്യമാണ് ഒന്നാമതായി നോക്കുന്നത്. അതിനെ തുടർന്ന് കൊണ്ട് അതുപോലെയുള്ള ക്വസ്റ്റ്യനുകളുമാണ് നോക്കുന്നത്. 1ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഈ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ വന്ന ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം ഇത് തിരഞ്ഞെടുക്കാൻ കാരണം. ചോദ്യം വായിക്കാം. ഒരു സ്കൂളിൽ നിന്ന് 50 കുട്ടികളും 5 അധ്യാപകരും കൂടി പഠനയാത്ര പോയി. കുട്ടികൾ 50 പേരാണ്, അധ്യാപകർ 5 പേരാണ്. ഓക്കെ, ഇനി ചോദ്യത്തിലേക്ക് വരാം. അങ്ങനെ അവർ പാർക്ക് സന്ദർശനത്തിന് ഒരു കുട്ടിക്ക് 60 രൂപയാണ് ആയത്. അധ്യാപകന് 80 രൂപയുമാണ് ടിക്കറ്റിന്റെ വിലയായിട്ട് കൊടുക്കേണ്ടി വന്നത്. എല്ലാവർക്കും കൂടി ടിക്കറ്റ് എടുക്കാൻ എത്ര രൂപ വേണം എന്നതാണ് ചോദ്യം. മനസ്സിലായല്ലോ? 50 കുട്ടികളും 5 അധ്യാപകരുമാണ് പോയത്. അതിൽ 60 രൂപയാണ് ഒരു കുട്ടിക്ക് ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത്. അധ്യാപകർക്ക് ഒരാൾക്ക് 80 രൂപയുമാണ് ടിക്കറ്റിന്റെ ചാർജ്. അങ്ങനെയാണെങ്കിൽ ആകെ അവർക്ക് ടിക്കറ്റ് ഇനത്തിൽ എത്ര രൂപ ചിലവായി എന്നതാണ് കണ്ടെത്തേണ്ടത്. കുട്ടികൾ എത്ര പേരാണ്? കുട്ടികൾ 50 പേരാണ്. 50 കുട്ടികളാണ്. അധ്യാപകർ 5 പേരാണ്. അവർക്ക് ടിക്കറ്റിന്റെ ചാർജ് ആയിട്ട് പറഞ്ഞത് എത്രയാണ്? ഒരു കുട്ടിക്ക് 60 രൂപയാണ്. അപ്പൊ 50 കുട്ടികൾക്ക് 50 ഗുണിക്കണം 60 ആണ് ഉണ്ടാവുക. 50 ഗുണിക്കണം 60, ഇതിന്റെ ഉത്തരം എത്രയാണ്? 3000 ആണ്. അപ്പം 3000 രൂപയാണ് കുട്ടികളുടെ ടിക്കറ്റ് ഇനത്തിൽ ചിലവായത്. ഇനി അധ്യാപകരുടെ ടിക്കറ്റ് ഇനത്തിൽ ചിലവായത് 5 അധ്യാപകരാണുള്ളത്. ഒരു അധ്യാപകന് 80 രൂപയാണ് ടിക്കറ്റിന്റെ ചാർജ് എന്ന് പറയുന്നത്. 80 രൂപ. അപ്പം 80 ഗുണിക്കണം 5 എത്രയാണ്? 400 ആണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ 3000-ഉം 400-ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
ആകെ ടിക്കറ്റ് ഇനത്തിൽ ചിലവായ സംഖ്യ കിട്ടും. എത്രയാണ്? 3400 രൂപയാണ് ടിക്കറ്റ് ഇനത്തിൽ ആയിട്ട് നമുക്ക് ചിലവായത്. അപ്പോൾ എയുടെ ആൻസർ എന്ന് പറയുന്നത് 3400 രൂപയാണ്. മനസ്സിലായല്ലോ? കിട്ടിയത് എങ്ങനെയാണ്? 50 ഗുണിക്കണം 60, അഥവാ 50 കുട്ടികൾക്ക് 60 രൂപ പ്രകാരമാണ് ചിലവായത്. 50നെ 60 കൊണ്ട് ഗുണിക്കുന്നു. കുട്ടികളുടേത് കഴിഞ്ഞു. അധ്യാപകരുടേത് 5 അധ്യാപകർക്ക് 80 രൂപ വീതമാണ് ചിലവായത്. അപ്പോൾ 5 കൊണ്ട് 80നെയും ഗുണിക്കുക. അങ്ങനെ 3400 എന്ന ഉത്തരത്തിലേക്ക് നമ്മൾ എത്തി. ഇനി ബി നോക്കാം. പ്രഭാത ഭക്ഷണത്തിന് ഒരാൾക്ക് 55 രൂപയും ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടി 4350 രൂപയും ചെലവായി. നല്ലപോലെ ശ്രദ്ധിക്കണേ. പ്രഭാത ഭക്ഷണത്തിന് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും എല്ലാവർക്കും ഒരാൾക്ക് 55 രൂപ വീതം ചെലവായി. ഉച്ചഭക്ഷണത്തിന് എല്ലാവർക്കും കൂടെ 4350 രൂപയും ചെലവായി. അങ്ങനെ പ്രഭാത ഭക്ഷണത്തേക്കാൾ എത്ര രൂപ കൂടുതൽ ഉച്ചഭക്ഷണത്തിന് ചെലവായി എന്നതാണ് ചോദിക്കുന്നത്. എന്താണ് ചോദ്യം? പ്രഭാത ഭക്ഷണത്തേക്കാൾ ഉച്ചഭക്ഷണത്തിന് എത്ര രൂപ ചെലവായി. അപ്പൊ 2 നേരത്തെയും ഭക്ഷണത്തിന്റെ ആകെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ 55 രൂപയാണ് ഒരാൾക്ക് ചെലവായത്. ബ്രേക്ക്ഫാസ്റ്റിന് ഒരാൾക്ക് ചെലവായത് 55 രൂപയാണ്. 55 രൂപയാണ് ഒരാൾക്ക് ചെലവായത്. ആകെ എത്ര പേരാണുള്ളത്? 50 കുട്ടികളും പ്ലസ് 5 അധ്യാപകരും. അപ്പോൾ 55 ആളുകളാണ് അവരുള്ളത്. ഒരാൾക്ക് 55 രൂപ വീതം ചെലവായിട്ടുണ്ട്. അപ്പോൾ 55 ഗുണിക്കണം 55 എത്രയാണ് ആൻസർ? 3025 ആണ് ആൻസർ ആയിട്ട് വരിക. ഞാൻ ഓരോന്നും അതിന്റെ ക്രിയപ്രകാരം തന്നെ ഗുണിക്കുന്നില്ല, സമയം പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും 3025 രൂപയാണ് ഒരു നേരത്തെ ഭക്ഷണം അഥവാ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചെലവായത്. ഇനി ഉച്ചഭക്ഷണത്തിന് അഥവാ ലഞ്ചിന് ചെലവായത് 4350 രൂപയാണ് അവർക്ക് എക്സ്പെൻസ് ആയിട്ട് വന്നത്. അപ്പൊ ഇതില് ഉച്ചഭക്ഷണത്തിന് പ്രഭാത ഭക്ഷണത്തെക്കാൾ എത്ര രൂപ ചെലവായിട്ട് എന്നാണ് ചോദ്യം. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടത്? 4350 നിന്നും 3025 മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ 1325 ആണ് ഇതിന്റെ ഉത്തരമായി ലഭിക്കുക. അപ്പൊ ബി എന്ന ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 1325 രൂപ എന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് സി എന്ന ചോദ്യം നോക്കാം. സി ചോദ്യം എന്താണ്? കുട്ടികൾക്ക് നൽകുന്നതിനായി വൈകുന്നേരം 9 കിലോഗ്രാം മുന്തിരി വാങ്ങി. ആകെ 675 രൂപ കൊടുത്തു. 1 കിലോഗ്രാം മുന്തിരിയുടെ വില എത്രയാണ്? ആകെ എത്ര മുന്തിരിയാണ് വാങ്ങിയത്? 9 കിലോഗ്രാം മുന്തിരിയാണ് വാങ്ങിയത്. 675 രൂപയാണ് അവർ കൊടുത്തത്. അപ്പോൾ 1 കിലോഗ്രാമിന് എത്ര രൂപയാണ് മുന്തിരിയുടെ വില എന്നതാണ് ചോദ്യം. വളരെ സിമ്പിളാണ്. 675നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഇതിന്റെ ആൻസർ ലഭിക്കും. 675 ഹരിക്കണം 9. അതിന്റെ ആൻസർ എത്രയാണ്? 75 എന്നാണ് കിട്ടുക. അപ്പോൾ 1 കിലോഗ്രാം മുന്തിരിയുടെ വില എന്ന് പറയുന്നത് 1 കിലോഗ്രാം മുന്തിരിയുടെ വില 75 രൂപയാണ്. അപ്പം സിയുടെ ആൻസർ 75 എന്നതാണ്. അപ്പം ഒരു ചോദ്യം നമ്മൾ പൂർത്തീകരിച്ചു, അഥവാ 5 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. ഇതിൽ കൂട്ടാനുണ്ട്, കുറയ്ക്കാനുണ്ട്, അതുപോലെ തന്നെ ഗുണിക്കാനുമുണ്ട്, ഹരിക്കാനുമുണ്ട്. 4 ക്രിയകളും വന്ന ഒരു ചോദ്യമാണ്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് പരീക്ഷയ്ക്ക് മിക്കവാറും ഉണ്ടായിരിക്കുക. അപ്പൊ ഇതുപോലത്തെ ഒരു ചോദ്യം കൂടെ പരിചയപ്പെടാം. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനും കൂടെയാണ്. ചോദ്യം നമ്പർ 2. ഇടപ്പറമ്പ് ഗവൺമെന്റ് LP സ്കൂളിൽ 3 മാസങ്ങളിലായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ വാങ്ങിയതിന്റെ ചെലവുകൾ നോക്കൂ. ജൂൺ മാസം പച്ചക്കറികൾക്കായിട്ട് ചെലവായത് 5292 രൂപയാണ്. ജൂലൈ മാസം ചെലവായത് ജൂൺ മാസത്തേക്കാൾ 252 രൂപ കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ജൂലൈ മാസത്തെ കണക്ക് നേരിട്ട് തന്നിട്ടില്ല. ജൂൺ മാസത്തെ കണക്ക് കണ്ടെത്തിയാൽ മാത്രമേ ജൂലൈ മാസത്തെ കണക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. അടുത്തത് ഓഗസ്റ്റ് മാസം ജൂലൈ മാസത്തേക്കാൾ 512 രൂപ കുറവാണ്. ജൂൺ മാസം നമുക്ക് തന്നിട്ടുണ്ട്, ജൂലൈ മാസം 252 കൂടുതലാണ്, ഓഗസ്റ്റ് മാസം 512 രൂപ കുറവുമാണ്. ചോദ്യം എ. 3 മാസങ്ങളിലുമായി ആകെ എത്ര രൂപയുടെ പച്ചക്കറികളാണ് വാങ്ങിയത്? ചോദ്യം എ എന്താണ്? 3 മാസങ്ങളിലായി ആകെ
എത്ര രൂപയുടെ പച്ചക്കറികളാണ് വാങ്ങിയത്. അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഈ ജൂൺ മാസം മുതൽ ഓഗസ്റ്റ് മാസം ഉൾപ്പെടെയുള്ള 3 മാസങ്ങളിൽ ആകെ എത്ര രൂപയുടെ പച്ചക്കറികളാണ് അവർ വാങ്ങിയത് എന്നതാണ് കണ്ടെത്താൻ പോകുന്നത്. എങ്ങനെയാണ് കണ്ടെത്തുക നോക്കാം. ജൂൺ മാസം 5292 രൂപ എന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പം ഇനി ജൂലൈ മാസത്തെ കണക്ക് കണ്ടെത്താൻ വേണ്ടി ജൂൺ മാസത്തേക്കാൾ 252 രൂപ കൂടുതലാണ്. ജൂൺ മാസത്തെ 5292 രൂപയോട് കൂടെ 252 രൂപ ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് എത്ര കിട്ടും? 5544 എന്നതാണ് കിട്ടുക. അപ്പോൾ ജൂലൈ മാസത്തെ ചെലവ് എന്ന് പറയുന്നത് 5544 രൂപയാണ്. ഇനി ഓഗസ്റ്റ് മാസത്തെ ചെലവ് എന്ന് പറയുന്നത് 512 രൂപ കുറവാണ്. അഥവാ ജൂലൈ മാസത്തേക്കാൾ 512 രൂപ കുറവാണ്. അപ്പോൾ ജൂലൈ മാസത്തെ നമ്മൾ കണ്ടെത്തി. ജൂലൈ മാസത്തേതാണ് ഈ സംഖ്യ എന്ന് പറയുന്നത്. ഇതിനേക്കാൾ 512 രൂപ കുറവാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 512 മൈനസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ് കിട്ടുക? 5032 ആണ് കിട്ടുക. 5032 രൂപയാണ് ഓഗസ്റ്റ് മാസത്തെ ചെലവ് എന്ന് പറയുന്നത്. ഇനി ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള മാസത്തെ ആകെ ചെലവ് കണ്ടെത്താൻ കഴിയുക. അപ്പോൾ ഈ 3 മാസങ്ങളിലെയും ആകെ ചെലവായ സംഖ്യകൾ കൂട്ടി നോക്കിയാൽ നമുക്ക് 15868 രൂപ എന്ന് ലഭിക്കും. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ എന്താണ്? 15000. ഓപ്ഷൻ എയുടെ ആൻസർ 15868 രൂപ എന്നതാണ്. ഓക്കെ. ഇനി ഓപ്ഷൻ ബി നമുക്ക് നോക്കാം. ജൂലൈ മാസത്തിൽ കിലോഗ്രാമിന് 13 രൂപ നിരക്കിൽ ആകെ 129 കിലോഗ്രാം വെള്ളരിക്കയാണ് വാങ്ങിയത് എങ്കിൽ എത്ര രൂപയുടെ വെള്ളരിക്കയാണ് വാങ്ങിയത്? അങ്ങനെയാണ് 13 രൂപ നിരക്കിൽ വെള്ളരിക്ക വാങ്ങി. ആകെ 129 കിലോഗ്രാം ആണ് വെള്ളരിക്ക വാങ്ങിയത് എങ്കിൽ എത്ര രൂപയുടെ വെള്ളരിക്കയാണ് വാങ്ങിയത് എന്നതാണ് ചോദ്യം. അപ്പോൾ 13നെ 129 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ വെള്ളരിക്കയുടെ സംഖ്യ കിട്ടും. കാരണം 129 കിലോഗ്രാം ആണ് വാങ്ങിയത്. 1 കിലോഗ്രാമിന് 13 രൂപ. 129 ഗുണിക്കണം 13. ഇതിൻ്റെ ആൻസർ എത്രയാണ് വരിക? 1677. അപ്പോൾ ഓപ്ഷൻ ബിയുടെ ആൻസർ എന്ന് പറയുന്നത് 1677. ഓപ്ഷൻ സി കിലോഗ്രാമിന് 9 രൂപ നിരക്കിൽ 198 രൂപയുടെ തക്കാളിയാണ് ഓഗസ്റ്റ് മാസം വാങ്ങിയത്. ഒരു ദിവസം 1 കിലോഗ്രാം മാത്രമാണ് തക്കാളി ഉപയോഗിക്കുന്നത്. ആ മാസം എത്ര ദിവസങ്ങളിൽ ഉച്ചഭക്ഷണ വിതരണം നടന്നിട്ടുണ്ട് എന്നതാണ് ചോദ്യം. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് 9 രൂപയാണ് 1 കിലോഗ്രാം തക്കാളിയുടെ വില എന്ന് പറയുന്നത്. അവർ 198 രൂപക്ക് തക്കാളി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ എത്ര കിലോഗ്രാം വാങ്ങിയിട്ടുണ്ടാകും എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? ആകെ അവർ വാങ്ങിയ 198 രൂപക്കാണെങ്കിൽ 198 രൂപയെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അവർ എത്ര കിലോഗ്രാം തക്കാളി വാങ്ങി എന്ന് നമുക്ക് കിട്ടും. 198 ഹരിക്കണം 9. 198നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 22 എന്നാണ് ആൻസർ കിട്ടുക. അപ്പോൾ 22 കിലോ തക്കാളിയാണ് അവർ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 22 ആണ്. അഥവാ 22 ദിവസമാണ് അവർ ഉച്ചഭക്ഷണം നൽകിയത്. കാരണം 22 കിലോഗ്രാം ആണെങ്കിൽ ഒരു ദിവസം 1 കിലോഗ്രാം വീതമാകുമ്പോൾ 22 ദിവസം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 22 ആണ്. അപ്പോൾ ഓപ്ഷൻ സിയും നമുക്ക് കിട്ടി. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പരീക്ഷയ്ക്ക് 5 മാർക്കിന് ഒരു ചോദ്യം മിക്കവാറും ഉണ്ടാവുക. കാരണം നമ്മൾ നോട്ടിഫിക്കേഷനിൽ വന്ന ചോദ്യവും ഈ ചതുഷ്ക്രിയകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്നത്. ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ചതുഷ്ക്രിയകളുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുണ്ട്. അവയുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ പാർട്ട് 2-ൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഇത്തരത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളും കൂടെ നമുക്ക് പരിചയപ്പെടാം. അതിൻ്റെ അവസാനത്തിൽ നമുക്ക് ഗുണനത്തിൻ്റെയും ഹരണത്തിൻ്റെയും ഒക്കെ എളുപ്പവഴികളും നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്